എല്ലാവർക്കും നമസ്കാരം. പ്ലസ് പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്ലസ് പോയിന്റ് PSC 50 ദിവസം 50 ഹോട്ട് ടോപ്പിക്സ് 50 ഫ്രീ ക്ലാസ്. എല്ലാ ദിവസവും ഓരോ വീഡിയോ ക്ലാസ്, PDF നോട്ട്, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ക്വിസ് ഇത്രയുമായിരിക്കും അവൈലബിൾ ആവുക. ദേവിക പ്ലസ് പോയിന്റ് യൂട്യൂബ് ചാനലിലൂടെയും പ്ലസ് പോയിന്റ് PSC എന്ന പേരുള്ള പുതിയ ടെലിഗ്രാം ചാനലിലൂടെയുമാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തികച്ചും ഫ്രീ ആയിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കണ്ടീഷണൽ ക്ലോസസ് ആണ്. ഇപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആവാം, ബെവ്കോ LD ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സാം ആവാം, CSEBയുടെ ക്ലർക്ക് ക്യാഷ്യർ ആവാം, ടൈപ്പിസ്റ്റ് എക്സാം, ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ടൈപ്പിസ്റ്റ് എക്സാം, അല്ലെങ്കിൽ ഇപ്പോൾ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ജൂണിൽ വന്നിട്ടുണ്ട്. ജൂലൈ അവസാനം വരെയാണ് അപേക്ഷിക്കാനാവുക. എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനി പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ജൂലൈയിൽ വരുന്ന നോട്ടിഫിക്കേഷനിൽ, ജൂലൈ ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനിൽ സെക്രട്ടേറിയറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റും കൂടെ അപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട്. ഈ എക്സാമുകൾക്കെല്ലാം തന്നെ ഇംഗ്ലീഷ് ഒരു ഭാഗമാണ്. ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം എല്ലാ എക്സാമുകളിലും ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സഹകരണ പരീക്ഷയാണെങ്കിലും ഇപ്പോൾ CSEBയുടെ എക്സാമുകളാണെങ്കിലും ഇംഗ്ലീഷിന് 10 മാർക്ക് 10 ചോദ്യം. ഇംഗ്ലീഷിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാവരും നമുക്കറിയാമെന്ന് ആത്മവിശ്വാസമുള്ളതും എന്നാൽ എക്സാം ഹാളിൽ പോയിട്ട് കറക്കി കുത്തി തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരെണ്ണമായിരിക്കും ഇംഗ്ലീഷ്. കാരണം നമ്മൾ കൂടുതലും ഇംഗ്ലീഷിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ മാച്ച് ദ ഫോളോയിങ് നോക്കും. ഇപ്പം ഞാൻ ഈ സാരിക്ക് ബ്ലൗസ് മാച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് നോക്കും, ഏത് ഓപ്ഷനാണ് ഏറ്റവും ഭംഗിയുള്ളത്. ആ ഭംഗിയുള്ള ഓപ്ഷൻ കൊണ്ടുപോയിട്ട് നമ്മൾ എഴുതും അല്ലേ. ഇപ്പോൾ നിങ്ങളോട് മുന്നേ ചോദിച്ചിട്ടുള്ള കേരള PSC ആയാലും CSEB ആയാലും ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ടൈം ഡാഷ് യുവർ വാച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നുണ്ടാവും, ഓൺ ഉണ്ടാവും, അറ്റുണ്ടാവും, ബൈ ഉണ്ടാവും. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? സമയത്തെക്കുറിച്ച് കൃത്യസമയം പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇന്നാണെന്നറിയാം, മുകളിലാണെങ്കിൽ ഓൺ ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്നായിട്ട് വെച്ച് നോക്കും. വാട്ട് ഈസ് ദ ടൈം ഇൻ യുവർ വാച്ച്? കൊള്ളാലോ. വാട്ട് ഈസ് ദ ടൈം അറ്റ് യുവർ വാച്ച്? അതും കൊള്ളാലോ. വാട്ട് ഈസ് ദ ടൈം ഓൺ യുവർ വാച്ച്? കുഴപ്പമൊന്നുമില്ല. വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്? ഞാൻ അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഞാനീ പറഞ്ഞ ആദ്യത്തെ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതും. ശരി ഉത്തരമായ വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ചിനെ അങ്ങ് മാറ്റിവെക്കും. കാരണം നമ്മൾ കൂടുതലും ഇംഗ്ലീഷിൽ ആൻസർ കണ്ടെത്തുന്നത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നതാണ്. ശരിക്കും അങ്ങനെയല്ലല്ലോ കണ്ടെത്തേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഗ്രാമറിൽ കൃത്യമായ റൂളുകളുണ്ട്. ആ റൂൾ ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. അതല്ല എങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ നല്ലപോലെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരാളാണ്, നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷ് അത്രത്തോളം ബുക്കുകൾ വായിക്കുകയും ഡെയിലി ഇംഗ്ലീഷ് പത്രം വായിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറേ കൂടി യൂസേജുകൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. മത്സര പരീക്ഷയ്ക്ക് പോകുന്ന ആള് നിർബന്ധമായും പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ടോപ്പിക് ഉണ്ട്. ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, ഇഫ് ക്ലോസ്, അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ്, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ, അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ, ഇത് രണ്ടും ഫോളോ ചെയ്താൽ മതി, ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. കണ്ടീഷണൽ സെന്റൻസസ്, അതായത് ഇഫ് ക്ലോസ് വെച്ച്, ഇഫ് വെച്ച് തരുന്ന സെന്റൻസസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ മാസം നടന്ന, അതായത് കഴിഞ്ഞ മാസമല്ല, ജൂലൈ 4-ാം തീയതി നടന്ന എക്സാം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇഫ് ഐ സോ എ സ്നേക്ക് അണ്ടർ മൈ സോഫ ഐ ഡാഷ് എവേ. ഓക്കെ, അതായത് എൻ്റെ സോഫയുടെ അടിയിൽ ഒരു പാമ്പിനെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടിയിരിക്കും. സംശയം എന്താ അല്ലേ? അപ്പോൾ ഇവിടെ വുഡ് റാൻ ആണോ, വുഡ് റൺ ആണോ, വുഡ് ഹാവ് റാൻ ആണോ, വുഡ് ഹാവ് ബീൻ റാൻ ആണോ വരേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്ങനെയാണ് വരിക? എപ്പോഴും നമുക്കറിയാം, ഇഫിന്റെ ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് വന്നാൽ ഇഫ് ഐ സോ, സിയുടെ പാസ്റ്റ് ആണ് എന്ത്? സോ. മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് പ്ലസ് V1 വരണം. അപ്പൊ നമുക്ക് വീണ്ടും സംശയമായി, വുഡ് റാൻ ആണോ, വുഡ് റൺ ആണോ? ഏതാണ് V1? ഏതാണ് ബേസ് ഫോം ഓഫ് ദ വെർബ്? റൺ, റാൻ, റൺ. സോ ഇതിന്റെ ഉത്തരം ഏത് വരും? ഓപ്ഷൻ B വരും, വുഡ് റൺ.
നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ എക്സാമുകൾക്കും നിങ്ങൾ കാണാറുണ്ടാവും. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കും. കണ്ടീഷണൽ സെന്റൻസസ് കണക്ട് ടു തിങ്സ്, എ കണ്ടീഷൻ ആൻഡ് എ റിസൾട്ട്. ഒരു കണ്ടീഷനെയും അതിന്റെ റിസൾട്ടിനെയുമാണ് എന്തിൽ കാണിക്കുന്നത്? കണ്ടീഷണൽ സെന്റൻസസിൽ കാണിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് തരത്തിലുള്ള ക്ലോസുകളുണ്ട്, ഡിപെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസും. എന്താണ് ഡിപെൻഡന്റ് ക്ലോസ്? ജോലിയില്ലാത്ത നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാറില്ലേ എല്ലാ കാര്യങ്ങൾക്കും? അതുപോലെ തന്നെയാണ് ഡിപെൻഡന്റ് ക്ലോസും. അതിന് ഒരു കംപ്ലീറ്റ്, അതൊരു ഫുൾ മീനിങ് ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് എന്ത് ചെയ്യണം? മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. അപ്പൊ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്തായിരിക്കും? പൂർണ്ണമായ അർത്ഥമുള്ള ഒരു പൂർണ്ണമായ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ക്ലോസുകൾ ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ, അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവും. എന്നാൽ ഡിപെൻഡന്റ് ക്ലോസുകളോ, അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത്, മറ്റൊന്നിന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, മറ്റൊരു ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതല്ല എങ്കിൽ കണ്ടീഷണൽ സെന്റൻസസിൽ ഒരു കണ്ടീഷനെയും അതിന്റെ റിസൾട്ടിനെയും എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താന്ന് പറഞ്ഞു തരട്ടെ. നമ്മൾ ഉപയോഗിച്ച് പഠിക്കുക. ഇപ്പൊ നമുക്ക് ഫുൾ ടൈം നമ്മൾ നേരത്തെ തന്നെ നിങ്ങളോട് പറയാറുള്ളതാണ്, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നോക്കാം. പക്ഷെ എല്ലാവരുടെയും സാഹചര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പഠിക്കാനോ ഡെയിലി ഇംഗ്ലീഷ് പത്രം എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വെബ് സീരീസ് കണ്ടുപിടിക്കുക അതൊന്നും എളുപ്പമല്ല. മത്സര പരീക്ഷയിലെ മാർക്കാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ കണ്ടീഷനും പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഓരോ എക്സാമ്പിൾ എടുത്ത് പഠിച്ചു വെക്കുക. നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പ്രിപ്പോസിഷന്റെ ഭാഗത്ത് പറഞ്ഞാണ് മെയ്ഡ് ഫ്രമും മെയ്ഡ് ഓഫും അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, പെർമനന്റ് ചേഞ്ച് ആണെങ്കിൽ മെയ്ഡ് ഫ്രം, അതിന്റെ ബേസിക് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ ബേസിക് ക്യാരക്ടറിന് ഒരു മാറ്റവും വരാതെ ഒരു പുതിയ പ്രോഡക്റ്റ് ആവുകയാണെങ്കിൽ മെയ്ഡ് ഓഫ്. രണ്ട് എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ഈ നിയമം ഒന്നും പഠിക്കണ്ട. കേർഡ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. അത് നിങ്ങളുടെ വീട്ടിലെ തൈര് നിങ്ങളിപ്പോൾ കറിയിൽ ഒഴിക്കാനോ നിങ്ങൾ ഭക്ഷണം കഴിക്കാനോ എവിടെ തൈര് കണ്ടാലും നമുക്ക് ഇത് ഓർമ്മ വന്നാൽ മതി. കേർഡ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക് അല്ലേ? പാലിൽ നിന്നല്ലേ തൈരുണ്ടാക്കുന്നത്. പാൽ തൈരായി മാറി, ഒരു പുതിയ പ്രോഡക്റ്റായി മാറി. ഇനി എനിക്ക് ആ തൈരെടുത്ത് തിരിച്ച് പാലാക്കിയിട്ട് എനിക്കൊരു ചായ വെക്കാൻ പറ്റുമോ? തിരിച്ചതിനെ പാലാക്കി മാറ്റുക എന്നുള്ളത് പോസിബിൾ ആണോ? അല്ല. അവിടെ ഒരു പെർമനന്റ് ആയ മാറ്റം സംഭവിച്ചു. ഇത്തരത്തിലൊരു പെർമനന്റ് ആയ മാറ്റം, അതായത് ഒന്നിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ പെർമനന്റ് ആയ ഒരു മാറ്റമാണെങ്കിൽ ഫ്രം. ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം ഓറഞ്ചസ്. ഇപ്പൊ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, നമ്മള് മാങ്ങ മുറിച്ച് പീസാക്കി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും എനിക്ക് ഇങ്ങനത്തെ മാങ്ങയല്ല, എനിക്ക് അങ്ങനെയുള്ള മാങ്ങയാണ് വേണ്ടത്. അല്ലെങ്കിൽ ജ്യൂസ് ആക്കി കഴിയുമ്പോൾ എനിക്ക് ജ്യൂസ് അല്ല വേണ്ടത്, എനിക്ക് പഴയതാ വേണ്ടത്. നമുക്ക് ഒരിക്കലും അതിനെ ഇനി വേറെ ഒരെണ്ണം എടുത്തു കൊടുത്ത് കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പഴയതാക്കി ആക്കി മാറ്റാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ചേഞ്ചിനെയാണ് മെയ്ഡ് ഫ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയ്ഡ് ഓഫ് ജസ്റ്റ് ഓർത്ത് വെക്കുക, മൈ ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ മൈ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ടേബിള് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിൽക്കുമ്പോഴും ഇത് മരമായിരുന്നു. ഇതിപ്പോ ടേബിളിന്റെ രൂപത്തിലായി, മരമാണ്. നാളെ ഈ ടേബിൾ ഉപയോഗിക്കാതെ ഇത് വിറകിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, മരമാണ്. അതായത് അതിന്റെ ഷേപ്പും സൈസും ഒക്കെ മാറ്റി നമ്മൾ നമ്മുടേതായ ആവശ്യത്തിന്റെ രൂപത്തിലേക്ക് ആക്കുന്നു. പക്ഷെ ഒരിക്കലും അതിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടർ മാറുന്നില്ല. അപ്പൊ മെയ്ഡ് ഓഫ് ഗോൾഡ്, ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ആവാം. അതല്ല എങ്കിൽ മൈ സാരി ഈസ് മെയ്ഡ് ഓഫ് കോട്ടൺ. ഇത് എപ്പോഴും കോട്ടൺ ആണ്, ഇത് എപ്പോഴും പരുത്തിയാണ്. നൂലായിരിക്കുമ്പോഴും പരുത്തിയാണ്, സാരി ആയിരിക്കുമ്പോഴും പരുത്തിയാണ്. ഏത് രൂപത്തിലാണെങ്കിലും ഇത് അങ്ങനെയാണ്. ഓക്കെ, ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആ ഒരു നിയമം പഠിക്കാൻ ഒരു എക്സാമ്പിൾ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, മത്സര പരീക്ഷയിൽ 10 മാർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പമാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ദേവിക പ്ലസ് പോയിന്റിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2020 ജൂലൈ ആ സമയത്താണ്. ദേവിക പ്ലസ് പോയിന്റ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. കൊറോണ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഞാൻ മറ്റ് സബ്ജക്റ്റുകൾ ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് സയൻസ് പഠിപ്പിക്കാൻ ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇടാനായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്.
ആദ്യമായിട്ട് 1,00,000 വ്യൂസ് പോയ വീഡിയോ ഇംഗ്ലീഷ് വീഡിയോ ആണ്. പിന്നീട് അങ്ങോട്ടും ഇംഗ്ലീഷിന്റെ ക്ലാസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നല്ല റീച്ച് ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ, മത്സര പരീക്ഷയിലെ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. പരീക്ഷയ്ക്ക് വരുന്ന 10 ചോദ്യങ്ങൾ എഴുതി 10 മാർക്ക് വാങ്ങാൻ ഇത്രയും അറിഞ്ഞാൽ മതി. പക്ഷെ ഇത്രയെങ്കിലും അറിയണം. എത്ര നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു വേർഡ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസ് അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോവില്ല. നമ്മളോട് എപ്പോഴും പറയുന്നതാണ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, എപ്പോഴും ഇതേപോലെ പ്രിപ്പോസിഷനിൽ തെറ്റിച്ച് തരുന്നതാണ് അല്ലെങ്കിൽ തെറ്റ് വരുന്നതാണ്. ഗുഡ് ഇൻ ഇംഗ്ലീഷ് ആണോ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആണോ? ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ഗുഡ് ബാഡ് ഒക്കെ എന്താണ്, ക്ലവർ ഇന്റലിജന്റ് ഒക്കെ കഴിഞ്ഞാൽ അറ്റ് ഉപയോഗിക്കണം പ്രിപ്പോസിഷൻ. അപ്പൊ നമ്മൾ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആവാം. നോക്കൂ 3 കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഈ 3 കണ്ടീഷൻ എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആളായിരിക്കും അല്ലേ. ഒരു പക്ഷേ കേരള PSCക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ CSEBക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതായത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ എക്സാമ്പിൾ എഴുതുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യത്തെ കണ്ടീഷനായിട്ട് പറയാൻ പോകുന്നത്. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്. അല്ലേ, ഞാൻ നന്നായി പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും. ഐ വിൽ പാസ് ദ എക്സാം. ഞാൻ നന്നായി പഠിച്ചാൽ എനിക്ക് പരീക്ഷ പാസ്സാവാൻ കഴിയും. അത് പോസിബിൾ ആയ കണ്ടീഷനാണ് അല്ലേ കുട്ടികളെ? നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ മതി. ഇപ്പൊ തീരുമാനിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വർഷത്തിന്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ ആദ്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാനും ഒരു ജോലിയിലേക്ക് എത്താൻ 2027 എന്തായാലും 26 പഠിച്ചു തുടങ്ങി 27 എങ്ങനെ പോയാലും നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും നല്ല ജോലിയിലേക്ക് തന്നെ, ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ദ എക്സാം. അല്ലെങ്കിൽ ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, പഠിച്ചാൽ ജോലി കിട്ടും, പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ. അത് ആരെങ്കിലും പഠിച്ചുകൊണ്ട് എനിക്ക് ജോലി കിട്ടില്ല, ഞാൻ പഠിച്ചാലേ എനിക്ക് ജോലി കിട്ടുള്ളൂ അല്ലേ? അത് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പഠിച്ചു, ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്. ഇനി ഇതേ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടാവും കഴിഞ്ഞ എക്സാമിന് 1/2 മാർക്കിന് അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് 1 മാർക്കിനൊക്കെ ക്ലാസ് എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മിസ്സായി പോയ ആളുകൾ. ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ടാവും അല്ലെ. ചെറിയ മാർക്കിന് നമ്മൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ പിന്നിലായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ മാർക്കിന് നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഗെറ്റ് എ ജോബ്, ഐ വുഡ് പാസ് ദ എക്സാം, ഐ വുഡ് ഗെറ്റ് എ ഗുഡ് സ്കോർ. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ. ഓക്കെ, ഇഫ് ഐ സ്റ്റഡീഡ് വെൽ കഴിഞ്ഞു, പാസ്റ്റ് ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം എഴുതിയ എക്സാമില് ഒന്നുകൂടെ പോയി പഠിച്ച് പാസ്സാവാൻ ഒരിക്കലും പറ്റില്ല. പറ്റുമോ? നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അത് പാസ്റ്റ് ആണ്. അതിനി ഒരിക്കലും നമുക്ക് ഇമ്പോസിബിൾ കണ്ടീഷനാണ്. അവിടെ പോയിട്ട് ഇനി നമുക്ക് വീണ്ടും പഴയ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് ആശങ്കപ്പെട്ടിട്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത് ലോകത്ത് എന്ത് സംഭവിച്ചതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊരു പാത്രം വീണ് പൊട്ടിപ്പോയി, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് വീണല്ലോ, ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വീഴില്ലായിരുന്നു, അയ്യോ ഇത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ, ഞാൻ ഉറപ്പിച്ച് പിടിച്ചിരുന്നെങ്കിൽ കൈ സ്ലിപ്പായില്ലായിരുന്നെങ്കിൽ, കുറേ ആയിരുന്നില്ലെങ്കിൽ പറയും. പക്ഷെ പൊട്ടി, ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അടുത്ത തവണ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാത്രം എടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധയോടുകൂടി എടുക്കും, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയി വെക്കും, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. സെയിം അത്രയേ ഉള്ളൂ എക്സാമിന്റെ കാര്യത്തിലും. കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എക്സാം പോയി, നമ്മൾ അടുത്തതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇതൊരിക്കലും അവസാനമല്ല. നമ്മൾ മുന്നിൽ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ഒരു മന്ത്രം പോലെ ഓർത്തു വെക്കുക, ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്. ഞാൻ നന്നായി പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും, എനിക്ക് ജോലി കിട്ടിയാൽ എനിക്ക് ശമ്പളം കിട്ടും, എനിക്ക് ശമ്പളം കിട്ടിയാൽ എൻ്റെ ലൈഫ് കളർഫുൾ ആവും. ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ എനിക്ക് എൻ്റെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഞാൻ മുന്നേ പഠിച്ചിരുന്നെങ്കിൽ അല്ലെ. ഇനി വേറൊരു വിഭാഗം ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു,
കൂടുതലും പെൺകുട്ടികളായിരിക്കും കേട്ടോ, സ്ത്രീകളായിരിക്കും. കാരണം ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി, അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു, മക്കളായി, പിന്നെ കുഞ്ഞുങ്ങളെ നോക്കലായി, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടലായി, എല്ലാം കഴിഞ്ഞൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു 30+ വീണ്ടും അല്ലെങ്കിൽ 35+ വീണ്ടും പഠിക്കാനായിട്ട് ബുക്കും എടുത്തിരിക്കുന്നവർ, തീർച്ചയായിട്ടും ഇത് നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ടും കഴിയും. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അയ്യോ എനിക്ക് കഴിയുമോ, എന്നെ കൊണ്ട് ഇതിന് പറ്റുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല? ഈ കണ്ട ആളുകൾ മുഴുവൻ ഇതുപോലെ മത്സര പരീക്ഷ എഴുതിയിട്ടല്ലേ ജോലി വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും പേർക്ക് സാധിക്കുന്ന ഒരു കാര്യം എനിക്ക് സാധിക്കാത്തതാണോ? യെസ്, ഐ ക്യാൻ ആൻഡ് ഐ വിൽ. ഓക്കെ, എന്നെ കൊണ്ട് കഴിയും, ഞാനിത് നേടിയെടുക്കുമെന്ന് പറഞ്ഞ് പഠിക്കാനിരിക്കുന്ന ആ കുറച്ച് കാലം കഴിഞ്ഞവര് ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്. വീട്, കുഞ്ഞ്, കുട്ടി, കുടുംബം, പാർട്ട് ടൈം ജോലി, ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്കിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്നേ പഠിച്ചിരുന്നെങ്കിൽ എന്നോ എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു, ഡിഗ്രി കഴിഞ്ഞതും നോക്കായിരുന്നു, PG കഴിഞ്ഞതും നോക്കായിരുന്നു, കല്യാണത്തിന് മുന്നേ നോക്കായിരുന്നു, കുഞ്ഞാവുന്നതിന് മുന്നേ പഠിച്ച് ജോലിക്ക് കയറാമായിരുന്നു. ഇങ്ങനെ കുറേ കാലം മുന്നേ സംഭവിച്ചു പോയൊരു കാര്യത്തെ കുറിച്ച് പറയാറില്ലേ? പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇമ്പോസിബിൾ ആണ്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ ജോബ്. ഓക്കെ, ഐ വുഡ് ഹാവ് ഗോട്ട് എ ജോബ്. അന്നേ ഞാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് എന്നോ ജോലി കിട്ടുമായിരുന്നു. ഇത്തരത്തിൽ 2 ഇമ്പോസിബിൾ കണ്ടീഷനും ഒരു പോസിബിൾ കണ്ടീഷനുമാണ് ഉണ്ടായിരിക്കുക. എപ്പോഴും ഓർത്തു വെക്കുക, ഇഫ് ആണ്. ഇഫ് ക്ലോസ് അല്ലെങ്കിൽ ആ കണ്ടീഷണൽ ക്ലോസിന്റെ ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് വരുന്നതാണ് പോസിബിൾ കണ്ടീഷൻ. ഇനി എനിക്ക് പഠിക്കാൻ കഴിയുന്ന കണ്ടീഷൻ. ഇഫ് ഐ സ്റ്റഡി വെൽ, ഇഫ് ഐ പ്രിപ്പയർ വെൽ, ഇഫ് ഷീ കോൾസ് മീ. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ്, മുന്നേ നോക്കിയിരുന്നെങ്കിൽ. ഒരിക്കലും നടക്കാത്ത പഴയ കാര്യം തന്നെയാണ് ഇമ്പോസിബിൾ. അടുത്തതോ അതിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരിക, അതായത് ഹാഡ് പ്ലസ് V3 ഇഫ് ക്ലോസിൽ വരിക. മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് വുഡ് ഓർ ഷുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. ഓക്കെ, ഇതാണ് 3 കണ്ടീഷൻ. ഈ 3 കണ്ടീഷനിലും കൂടെയും കടന്നു പോകുന്ന ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെന്റൻസ് നമ്മൾ ഓരോ എക്സാമ്പിളായിട്ട് എപ്പോഴും ഓർത്തു വെച്ചാൽ മതി. ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ കുറച്ചുകൂടി ഞാൻ പറയാം, നമ്മൾ എപ്പോഴും പഠനവുമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് പഠിക്കുന്ന കാര്യം പറഞ്ഞത്. അതല്ല എങ്കിൽ അവൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോവും, ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ, അന്നേ ക്ഷണിച്ചിരുന്നെങ്കിൽ എന്നോ പോയേനെ എന്നൊക്കെയുള്ള വേറെ എക്സാമ്പിൾസും വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും ഓർത്തു വെക്കുക, ഒരു കണ്ടീഷണൽ ക്ലോസും ഉണ്ടാവും, ഒരു ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന മെയിൻ ക്ലോസും ഉണ്ടാവും. ഈ വർഷം അവസാനിക്കുമ്പോൾ അതല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആവാൻ കഴിയട്ടെ. എപ്പോഴും ചോദിക്കും, ജോലി കിട്ടിയാൽ ഇൻഡിപെൻഡന്റ് ആവുമോ, ജോലി കിട്ടിയാൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ? അങ്ങനെയൊക്കെ അല്ല. അത് ജോലി കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ജോലി കിട്ടിയാൽ എന്തൊക്കെ മാറ്റമാണ് ലൈഫിൽ വരിക എന്നുള്ളത് ഒരുപാട് മാറും. ഏറ്റവും ആദ്യം മാറുക നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാഴ്ചപ്പാട് തന്നെ ഒരുപാട് മാറും. അവരുടെ കണ്ണില് നമ്മളൊരു പരാജയമാണെന്നോ, നിന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്നോ, നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്നോ പറഞ്ഞിടത്ത് നിന്ന് ഓ നീ കൊള്ളാലോ, നീ ഒരു സംഭവമാണല്ലോ, നീ ഇത് എഴുതിയെടുത്തല്ലോ, നീ മിടുക്കിയാണല്ലോ, നീ മിടുക്കനാണല്ലോ, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് വരുത്തണ്ടേ? അങ്ങനെ അത് വരണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരൻ പഠിച്ചാൽ കൂട്ടുകാരനെ ജോലി കിട്ടും, കൂട്ടുകാരി പഠിച്ചാൽ കൂട്ടുകാരിക്ക് ജോലി കിട്ടും, കൂട്ടുകാരിക്ക് ജോലി കിട്ടി അവളുടെ കുടുംബമാണ് രക്ഷപ്പെടുക. എൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ, ഞാൻ ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ആര് പ്രിപ്പയർ ചെയ്യണം കുട്ടികളെ? ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നവരോട് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം, ഇംഗ്ലീഷ് അത്രയൊന്നുമില്ല. ഓക്കെ, എപ്പോഴും ഓർക്കുക, ഇംഗ്ലീഷ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട് നോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ആൻ ഈസി സബ്ജക്ട് നോ. എല്ലാ സബ്ജക്റ്റും ഈസിയാണ്, ഇംഗ്ലീഷ് പ്രത്യേകിച്ച്. കാരണം നമുക്ക് പഠിക്കാൻ ഉള്ള ഗ്രാമർ മാത്രം, നമുക്ക് പഠിക്കാനുള്ള വൊക്കാബുലറി നമ്മൾ പഠിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ നോക്കൂ, കണ്ടീഷണൽ സെന്റൻസ് കണക്ട് 2 തിങ്സ്, എ കണ്ടീഷൻ ആൻഡ് എ റിസൾട്ട്. ഒരു കണ്ടീഷനെയും അതിന്റെ റിസൾട്ടിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. ടൈപ്പ് 1 ആണ് പ്രോബബിൾ കണ്ടീഷൻ. അതായത് ഞാൻ പറഞ്ഞു, ഇനി നടക്കുന്ന, ഇനിയും സാധ്യമാവുന്ന കണ്ടീഷനാണ്, പ്രോബബിൾ കണ്ടീഷനാണ്, പോസിബിൾ കണ്ടീഷനാണ്, ലൈക്ലി കണ്ടീഷൻ എന്ന് പറയും. If clause should be in simple present and in the main clause
വുഡ് വില്ല് ഷാല് ക്യാന് മേ പ്ലസ് ഇൻഫിനിറ്റീവ്. അതായത് ബെയർ ഇൻഫിനിറ്റീവ് ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ഏതിന്റെ കൂടെ? വിൽ, ഷാൽ, ക്യാൻ ഓർ മേ. വില്ലിന്റെയും ഷാലിന്റെയും ഒക്കെ യൂസേജ് മാത്രമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. അപ്പോൾ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം കേട്ടോ. ഏതില്? ഫസ്റ്റ് കണ്ടീഷനിൽ എന്താണ്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് വരണം. എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റിന്റെ റൂള്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കാം. നോക്കൂ, ഐ ലവ് യു. ഓക്കെ, ഐ ലവ് യു, ഹി ലവ്സ് മീ എന്നല്ലേ പറഞ്ഞത്. ഹി ആവുമ്പോൾ അവിടെ ലവ്സ് അല്ലേ വന്നത്. ദേ ലവ് മീ, ദേ ആവുമ്പോൾ ലവ് അല്ലേ വന്നത്. ഇത്രയേ ഉള്ളൂ. സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഒരു സിംഗുലർ വെർബ് എങ്ങനെ കണ്ടെത്തും? അതിന്റെ അറ്റത്ത് എസ് അല്ലെങ്കിൽ ഇ എസ് ഉണ്ടാവും. എസ് ഉണ്ടാവും. എസ് എന്ന് ചിന്തിച്ചാൽ മതി. ഗോയൊക്കെ ആവുമ്പോൾ നമ്മൾ ഇ എസ് ചേർക്കും, അപ്പൊ അറ്റത്ത് എസ് ഉണ്ടാവും സിംഗുലർ വെർബിന്റെ അറ്റത്ത്. പ്ലൂറൽ ആണെങ്കിൽ എസ് ഒന്നും ഇല്ലാത്ത വെർബായിരിക്കും. ഓക്കെ, അപ്പൊ ബേസ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എസ് ഇല്ലാത്ത, ഇ എസ് ഇല്ലാത്ത, ഐ എൻ ജി ഇല്ലാത്ത, ഇ ഡി ഇല്ലാത്ത പ്ലെയിൻ ഫോം ഓഫ് ദ വെർബ് മെയിൻ ക്ലോസിൽ വരണം. വിൽ, ഷാൽ, ക്യാൻ, മേ അത് സാഹചര്യത്തിനനുസരിച്ച് ചേർക്കുക. അതിന്റെ കൂടെ V1 ഫോം ബേസ് ഫോം ഉപയോഗിക്കുക ഫസ്റ്റ് കണ്ടീഷനിൽ. അപ്പൊ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് വരും, മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 വരും. നോക്കൂ, ഇഫ് യു സ്റ്റഡി വെൽ. ഓക്കെ, ഇഫ് യു സ്റ്റഡി, ഹി ആണെങ്കിൽ എങ്ങനെ വരും? ഇഫ് ഹി സ്റ്റഡീസ് വെൽ. ഷീ ആണെങ്കിൽ എങ്ങനെ വരും? ഇഫ് ഷീ സ്റ്റഡീസ് വെൽ എന്നാവും. സിംഗുലർ ആവണ്ടേ? അപ്പൊ പ്രസന്റ് ടെൻസും ഇഫ് ക്ലോസിൽ വന്നു. മെയിൻ ക്ലോസിൽ എന്ത് വരും? വിൽ ഓർ ഷാൽ പ്ലസ് V1. യു വിൽ ഗെറ്റ് എ ജോബ്. നന്നായി പഠിച്ചാൽ നിനക്ക് ജോലി കിട്ടും. അടുത്തത് നോക്കൂ, ഇഫ് ഷീ കോൾസ് മീ. ഷീ ആയതുകൊണ്ട് കോൾസ് വന്നതുണ്ടോ? അവൾ എന്നെ വിളിച്ചാൽ ഐ ഷാൽ കം, ഞാൻ വരും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, മിസ്സേ ആ കല്യാണത്തിന് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, അവൾ എന്നെ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ വരും. ഓക്കെ, എന്നെ വിളിച്ചിട്ടും കല്യാണത്തിന് വരാത്തവർ ദയവേത് ക്ഷമിക്കുക. കുറേ പേരുടെ അങ്ങനെ കല്യാണം മിസ്സായിട്ടുണ്ട്. എന്നാൽ പോലും വിളിച്ചാൽ ഞാൻ വരും കേട്ടോ. ഇഫ് ഷീ കോൾസ് മീ ഐ ഷാൽ കം. നോക്കൂ, ഇഫ് ഷീ ഹെൽപ്സ് മീ, അവൾ എന്നെ സഹായിച്ചാൽ ഐ വിൽ ഹെൽപ്പ് ഹർ, ഞാനും അവളെ സഹായിക്കും. ഹെൽപ്സ് കണ്ടോ? ഇഫ് ഇറ്റ് റെയിൻസ് ദേ വിൽ ഗെറ്റ് വെറ്റ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ അവർ നനയും. ഇനി ഒരു കാര്യം ആദ്യം പറയാം, എല്ലായ്പ്പോഴും ഇഫ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. മെയിൻ ക്ലോസ് ഫസ്റ്റ് വരാം കേട്ടോ. മെയിൻ ക്ലോസ് ഫസ്റ്റ് വന്നിട്ട് ഇഫ് ക്ലോസ് പിന്നീട് വരാം. അതായത് യു വിൽ ഗെറ്റ് എ ജോബ് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇഫ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ഇഫ് ക്ലോസ് കഴിയുമ്പോൾ ഒരു കോമ ഉണ്ടായിരിക്കും. മെയിൻ ക്ലോസ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ ആ കോമയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും ഇഫ് ക്ലോസിൽ തന്നെ തുടങ്ങണം എന്നൊന്നുമില്ല. നോക്കൂ, ഐ വിൽ ഹെൽപ്പ് ഹർ ഇഫ് ഷീ ഹെൽപ്സ് മീ, അങ്ങനെയും വരാം. അവൾ എന്നെ സഹായിച്ചാൽ ഞാൻ അവളെയും സഹായിക്കും. ഓക്കെ, അത് ഇനിയും പോസിബിൾ ആണ്. അവൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ, അത് പഴയത്. ഇതെന്താ പറയുന്നത്? അവൾ എന്നെ സഹായിച്ചാൽ ഞാൻ അവളെയും സഹായിക്കും, അല്ലെ? അവൾ എന്നെ വിളിച്ചാൽ ഞാൻ വരും, അവൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകും. അതാണ് പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. വേണമെങ്കിൽ മെയിൻ ക്ലോസ് ആദ്യവും വരാമെന്ന് ഓർത്തു വെക്കണേ. എന്തായിരുന്നു ആദ്യത്തെ കണ്ടീഷനിൽ? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് വരുന്നു. സിമ്പിൾ പ്രസന്റ് വരുന്നു എന്ന് പറയുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും ഉപയോഗിച്ചാൽ മതി. മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ ഓർ മേ പ്ലസ് V1. രണ്ടാമത്തെ കണ്ടീഷനാണ് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ഇംപ്രോബബിൾ ആണ്, ഇമാജിനറി ആണ്, അൺലൈക്ലി ആണ്, അല്ലെ? അതൊരിക്കലും ഇനി പോസിബിൾ ആയ കണ്ടീഷൻ അല്ല. മുന്നേ പഠിച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ, അവൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ, അവൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ സഹായിച്ചിരുന്നേനെ, മഴ പെയ്തിരുന്നെങ്കിൽ അവർ നനഞ്ഞേനെ. ഇതൊന്നും ഇനി നടക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ഇംപ്രോബബിൾ ആണ്, ഇമാജിനറി ആണ്, അൺലൈക്ലി ആണ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വരും. സിമ്പിൾ പാസ്റ്റ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെ? കാരണം എന്താ? സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നോക്കണ്ട. സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. റൈറ്റ് ആണെങ്കിൽ റോട്ട് ഉപയോഗിക്കുക, സി ആണെങ്കിൽ സോ ഉപയോഗിക്കുക, നോ ആണെങ്കിൽ ന്യൂ ഉപയോഗിക്കുക. അങ്ങനെ വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. മെയിൻ ക്ലോസിലോ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ വിൽ, ഷാൽ, ക്യാൻ, മേ വന്നു. ഇവിടെ അതെല്ലാം എന്തായി മാറും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. അതിനുശേഷം വെർബിന്റെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം, മാറ്റരുത്. വെർബിന്റെ ബേസ് ഫോം. ഈ കണ്ടീഷനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എക്സാമിന് ചോദിച്ചതെന്നുകൊണ്ട് ഫസ്റ്റ് പറഞ്ഞു തന്നതില്ലേ? ഇഫ് ഐ സോ എ സ്നേക്ക് അണ്ടർ മൈ ബെഡ്, അല്ലെ? ഐ വുഡ് റൺ എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതായത് ഫസ്റ്റ്
വരുന്ന ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് തന്ന മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 വെർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഞാൻ പറഞ്ഞു സ്റ്റഡി മാറി എന്തായി, സ്റ്റഡീഡ് വെൽ യു വുഡ് ഗെറ്റ് എ ജോബ്, നിനക്ക് അന്നേ ഒരു ജോലി കിട്ടിയേനെ. വുഡ് പ്ലസ് ഗെറ്റ് V1. ഓക്കെ, അടുത്തത് ഇഫ് ഷീ കോൾഡ് മീ, കോൾസ് എന്തായി മാറി, കോൾഡ് ആയി മാറി. അവൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഐ ഷുഡ് കം. ഓക്കെ, ഞാൻ വന്നേനെ. ഓക്കെ, ഇഫ് ഷീ ഹെൽപ്ഡ് മീ ഐ വുഡ് ഹെൽപ്പ് ഹർ, അവൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അവളെയും സഹായിക്കുമായിരുന്നു. സഹായിച്ചില്ല, പിന്നെ സഹായിച്ചില്ല. നോക്കൂ, ഇഫ് ഇറ്റ് റെയിൻഡ് ദേ വുഡ് ഗെറ്റ് വെറ്റ്. ഓക്കെ, അതായത് മഴ പെയ്തിരുന്നെങ്കിൽ അവർ നനഞ്ഞേനെ. ദേ വുഡ്, അത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, സാഹചര്യത്തിനനുസരിച്ച് മാറാം. ഇവിടെയും ഞാൻ പറയുന്നു മെയിൻ ക്ലോസ് ആദ്യം വന്നാലും കുഴപ്പമില്ല കേട്ടോ. അടുത്തതാണ് മൂന്നാമത്തെ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷനാണ്. ഇനി ഒരിക്കലും നടക്കാത്ത, മുന്നേ നടന്നു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് റൂൾ ഓർമ്മ വന്നു, ഹാഡ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റിന്റെ റൂൾ എന്താണ്, ഹാഡ് പ്ലസ് V3. ഓക്കെ, അപ്പൊ ഹാഡ് പ്ലസ് V3 ഇഫ് ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. ഇത്രയും നേരം മെയിൻ ക്ലോസിൽ വെർബിന്റെ ബേസ് ഫോം ആണ് വന്നത്. ഇനി വെർബിന്റെ ഏത് ഫോം ഉപയോഗിക്കണം, തേർഡ് ഫോം, മൂന്നാമത്തെ ഫോം. റൈറ്റ്, റോട്ട്, റിട്ടൺ, നോ, ന്യൂ, നോൺ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് പറയുക, റൺ, റാൻ, റൺ വരാറില്ലേ, അതേപോലത്തെ തേർഡ് ഫോം വേണം ഉപയോഗിക്കാൻ. കം, കെയിം, കം അല്ലേ, അതേപോലെ തേർഡ് ഫോം വേണം ഉപയോഗിക്കാൻ. നോക്കൂ, ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് പ്ലസ് V3 വന്നാൽ ഇതാണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിക്കാറുള്ള കണ്ടീഷൻ കേട്ടോ. മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് എ ജോബ്. നമ്മൾ പറഞ്ഞേ, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ ജോബ്. ഓക്കെ, അടുത്തത് ഇഫ് ഷീ ഹാഡ് കോൾഡ് മീ ഐ ഷുഡ് ഹാവ് കം. ഇവിടെ കം തന്നെയാണ് വരിക, കാരണം എന്താണ്, കമ്മിന്റെ തേർഡ് ഫോം, കം, കെയിം, കം ആണ്. അടുത്തത് നോക്കൂ, ഇഫ് ഷീ ഹാഡ് ഹെൽപ്ഡ് മീ, എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹർ, ഞാൻ അവളെയും സഹായിക്കുമായിരുന്നു. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ദേ വുഡ് ഹാവ് ഗോട്ട് വെറ്റ്. ഓക്കെ, ഇതാണ് 3 കണ്ടീഷൻ. ഞാൻ പറഞ്ഞു നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇഫ് ഐ സോ എ സ്നേക്ക് അണ്ടർ മൈ സോഫ. ഞാൻ പറഞ്ഞത് ഓർക്കുക, ഇഫ് ക്ലോസ് വെച്ച് ആരംഭിക്കണമെന്നില്ലെങ്കിൽ പോലും ഇവിടെയും ഇഫ് ക്ലോസ് വെച്ചാണ് ആരംഭിച്ചത്. വെർബ് ഏത് ഫോമിലാണ്, സോ, സെക്കൻഡ് ഫോമിലാണ്. സോ അതായത് പാസ്റ്റ്, സിയുടെ പാസ്റ്റ് ഫോമാണ് സോ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് വന്നാൽ നിങ്ങൾക്കറിയാം മെയിൻ ക്ലോസിൽ എന്ത് വരണം, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇനിയിപ്പോ V1 റാൻ ആണോ റൺ ആണോ എന്നായിരിക്കും ഡൗട്ട്, കാരണം 2 ഓപ്ഷനിൽ വന്നു, റൺ, റാൻ, റൺ. അതുകൊണ്ട് വുഡ് റാൻ വരില്ല, എന്തേ ഉത്തരം വരുള്ളൂ, വുഡ് റൺ. നിയമം പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. അതായത് ആദ്യത്തെ കണ്ടീഷൻ, ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് V1. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. ഓർമ്മയുണ്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് സീറോ കണ്ടീഷണൽ പഠിക്കാനുണ്ട്, എന്താ പറയുക, അൺലെസ് പഠിക്കാനുണ്ട്, ആസ് ഇഫ് പഠിക്കാനുണ്ട്. എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഇഫ് യു ഹിറ്റ് ദ ഡോഗ്, ഇറ്റ്. നോക്കൂ, ഇഫ് യു ഹിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ്, നീ പട്ടിയെ അടിച്ചാൽ പട്ടി എന്ത് ചെയ്യും, കടിക്കും. ഇറ്റ് വിൽ ബൈറ്റ് യു. ഓക്കെ, വിൽ ബൈറ്റ്. അടുത്തത് നോക്കൂ, യു ക്യാൻ ക്യാച്ച് ദ ട്രെയിൻ. ഞാൻ പറഞ്ഞു മെയിൻ ക്ലോസ് വെച്ച് സെന്റൻസ് ആരംഭിക്കാം, ഇഫ് എന്നെ വേണമെന്നില്ല, പക്ഷെ ഇവിടെ ഈ കോമ ഉണ്ടാവില്ല എന്ന് മാത്രം. നോക്കൂ, യു ക്യാൻ ക്യാച്ച് ദ ട്രെയിൻ, ക്യാൻ പ്ലസ് V1. ക്യാച്ച് കോട്ടല്ലേ വീട്ടു വരുന്നത്, അപ്പൊ ക്യാൻ V1 അല്ലേ വരുന്നത്, ക്യാൻ പ്ലസ് V1. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം മെയിൻ ക്ലോസിൽ ഫസ്റ്റ് കണ്ടീഷൻ, അപ്പൊ ഇഫ് ക്ലോസിലും ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് യു ലീവ് ഏർലിയർ, ലീവിന്റെ പാസ്റ്റ് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റിന്റെ ആവശ്യമില്ല, അവിടെ ലീവ് തന്നെ മതി. ഇവിടെ ലെഫ്റ്റ് ആണ് വന്നതെങ്കിൽ കുഡ് വരണമായിരുന്നു. അടുത്തത് നോക്കൂ, ഇഫ് ഐ വേർ എ ബേർഡ്. ഓക്കെ, എപ്പോഴും ഓർത്തു വെക്കുക, ഒരു സിംഗുലറിന്റെ കൂടെ പാസ്റ്റിൽ വേർ വന്നാൽ അത് ഇമാജിനറി കണ്ടീഷനാണ്.
ഓക്കെ, നമുക്ക് പോലും പലപ്പോഴും തോന്നാറില്ലേ, ഞാൻ ആ ഒരു ഇപ്പൊ ഭംഗിയുള്ളൊരു പൂമ്പാറ്റയെ ഒരു പൂവിനെ ഒന്നും കണ്ട ആർക്കും അതാവാൻ താല്പര്യം തോന്നില്ല. എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആകാശത്ത് ഇങ്ങനെ മുകളിലൂടെ പറക്കുന്ന ഒരു പരുന്ത്. എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടില്ലേ ആ പരുന്ത് അവിടുന്ന് നോക്കിയിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞിനെ കണ്ടെത്തി അതിനെ റാഞ്ചി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ത് രസമായിരിക്കില്ല, അതിന് എത്ര ഒരു വൈഡ് ആംഗിളിൽ കാഴ്ച കാണാൻ പറ്റും. എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ, ഇഫ് ഐ വേർ എ ബേർഡ്, ഒരു പക്ഷിയായിരുന്നെങ്കിൽ? ഇമ്പോസിബിൾ ആണ്, നമുക്ക് ഒരിക്കലും ഇനി ആവാൻ കഴിയില്ല. പിന്നെ ഇതല്ലാതെ തന്നെ നമ്മൾ പല സാഹചര്യത്തിലും നമ്മൾ പലരോടും പറയാറില്ലേ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. അതായത് ഇപ്പൊ നമ്മളോടൊരു ഫ്രണ്ട് പറയാണ്, എടാ എന്നോട് ബസ്സിൽ വെച്ച് ഒരു കക്ഷി മോശമായി പെരുമാറി. അങ്ങനെ പെരുമാറാതിരിക്കട്ടെ. ആ എക്സാമ്പിൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് പലരുടെയും ലൈഫിൽ അത്തരം സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടാവൂലേ. അപ്പൊ നമ്മൾ അവരോട് ഇങ്ങനെ കാര്യമായിട്ട് ധൈര്യം കൊടുക്കും. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇല്ലേ, ഞാൻ അപ്പ പ്രതികരിച്ചേനെ, ഞാൻ അപ്പ പറഞ്ഞേനെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ യു. ഇനി ഒരിക്കലും എനിക്ക് നിങ്ങളാവാൻ കഴിയില്ല, നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ ആവൂല്ല, അല്ലെങ്കിൽ നിങ്ങളാവില്ല ഞാനായിരിക്കും, നിങ്ങളായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും വേറെ വേറെ ഐഡന്റിറ്റി ആയിരിക്കും. പക്ഷെ ഞാൻ പറയുമ്പോൾ എന്താ പറഞ്ഞേ, ഇഫ് ഐ വേർ യു. ചിലർ ഇതേ കാര്യം നമ്മളിങ്ങനെ ഭയങ്കര ചടപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, നിങ്ങൾ ജോലി കിട്ടി, നിങ്ങൾക്ക് ശമ്പളം കിട്ടി, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഒരു വൈറ്റ് കളറിലുള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് iPhone 17 Pro Max ഒക്കെ വാങ്ങി. അതിന് മാത്രം വലിയ ജോലി വാങ്ങണം, അപ്പം നിങ്ങൾ ഉടനെ മനസ്സിലേക്ക് വന്നത് അതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ഫോൺ വാങ്ങി, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഫ്രണ്ട് പറയുകയാണ്, ഓ ഇഫ് ഐ വേർ യു, ഞാൻ ബ്ലാക്ക് എടുത്തേനെ, ബ്ലാക്ക് ഇല്ല ബ്ലൂ എടുത്തേനെ, അല്ലെങ്കിൽ ഞാൻ ഓറഞ്ച് വാങ്ങിയേനെ, ആ കളർ വാങ്ങിയേനെ എന്ന് പറയാറില്ലേ. നിങ്ങളപ്പോൾ അതൊന്നും കേട്ട് നിരാശരാണ്. നമ്മൾ എന്താണ്, നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ പറഞ്ഞ ആളെന്താ പറഞ്ഞത്, ഇഫ് ഐ വേർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. അപ്പൊ അതെപ്പോഴും ഇമാജിനറി ആണെന്ന് ഓർത്തു വെക്കുക. അവിടെ സെക്കൻഡ് കണ്ടീഷനാണ് വരേണ്ടത്. ഓക്കെ, കാരണം വേർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ പാസ്റ്റ് ആണെന്ന്. പക്ഷെ സാധാരണഗതിയിൽ ഐയുടെ കൂടെ പാസ്റ്റ് വരുമ്പോൾ വാസ് ആണ് വരിക. ഇമാജിനറി ആയതുകൊണ്ടാണ് വേർ വന്നത്. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഐ വുഡ് ഫ്ലൈ. വിൽ ഫ്ലൈ എഴുതരുത്, ഐ വുഡ് ഫ്ലൈ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തേനെ, പറന്നേനെ. അടുത്തത് നോക്കൂ, ഇഫ് ആദ്യം മെയിൻ ക്ലോസ് ആ വന്നിരിക്കുന്നത്, ഐ വുഡൻ ഡു ദാറ്റ്. ഓക്കെ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഇഫ് ഐ ആം യു, ഇഫ് ഐ ഹാഡ് യു, ഇഫ് ഐ വാസ് യു, ഇഫ് ഐ വേർ യു. ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പറയാൻ ഇമാജിനറിയിൽ എന്താ പറയേണ്ടത്, ഇഫ് ഐ വേർ യു. ഓക്കെ, ഐ വുഡൻ ഡു ദാറ്റ് ഇഫ് ഐ വേർ യു. അടുത്തത് നോക്കൂ, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇഫ് ഐ ഹാഡ് മണി, അവിടെ ഉടനെ തന്നെ ഹാഡ് വന്നു എന്ന് പറഞ്ഞിട്ട് തേർഡ് കണ്ടീഷനെ കൊണ്ട് എഴുതി വെക്കരുത്. തേർഡ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ എന്ത് വരണം, പാസ്റ്റ് പെർഫെക്റ്റ് വരണം. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ റൂള്, ഹാഡ് പ്ലസ് V3 വരണം. ഇവിടെ ഹാഡ് കഴിഞ്ഞാൽ വെർബാണോ വന്നിരിക്കുന്നത്? അല്ലല്ലോ കുട്ടികളെ, മണി എന്നല്ലേ വന്നിരിക്കുന്നത്, നൗൺ അല്ലേ വന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് മണി, ഇവിടെ ഹാഡ് ആണ് ഇവിടുത്തെ വെർബ്. ഇത് സെക്കൻഡ് കണ്ടീഷനാണ്. ഓക്കെ, ഹാഡ് പ്ലസ് V3 വെർബിന്റെ തേർഡ് ഫോം വരുമ്പോഴേ മൂന്നാമത്തെ കണ്ടീഷനിലോട്ട് പോവുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് മതി, ഐ വുഡ് ബൈ എ കാർ. ഇത് പലപ്പോഴും ചോദിക്കുകയും ഏറ്റവും കൂടുതൽ പേര് തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, ഐ വുഡ് ബൈ എ കാർ. ഓക്കെ, അടുത്തത് നോക്കൂ, ഇഫ് ഐ വേർ റിച്ച്, എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളൊരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതകാലത്തിനിടയ്ക്ക് ഒരുപാട് തവണ ആലോചിച്ചു പോകുന്നൊരു വാക്കായിരിക്കും ഇത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗം വന്നിട്ട് പലരും നമ്മളോട് ഈ ഷെയർ ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കാറില്ലേ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അല്ലാതെ തന്നെ ഇപ്പോൾ വീട്ടിലെ പല ആവശ്യങ്ങളും പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ, സ്കൂളിൽ നിന്ന് ടൂർ പോകണം പറഞ്ഞാൽ നീ സമ്പാദിക്കുന്ന കാലത്ത് വെക്കോളൂ, അല്ലെങ്കിൽ അത് വാങ്ങണം എന്ന് പറഞ്ഞാൽ നീ സമ്പാദിച്ചിട്ട് വാങ്ങിക്കോളൂ. ഒരുപാട് പേര് ലൈഫിൽ കേട്ടു. എൻ്റെയൊക്കെ ഒരു തലമുറ ഒരുപാട് എന്തായാലും കേട്ടിട്ടുണ്ടാവും. നമുക്കൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങി തന്നിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ചില ആവശ്യങ്ങൾ പിന്നെയും പറയുമ്പോൾ അവർ പറയാറില്ലേ, പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളെല്ലാം വാങ്ങിക്കുക. അതല്ലാതെ നമുക്കത് ചെയ്ത് തന്നില്ലല്ലോ, ഇത് എടുത്ത്
അങ്ങനെ ചിന്തിക്കേണ്ടത്, ഞാൻ ചിന്തിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് അതിനല്ലേ നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു SLC ഉള്ളത്. നിങ്ങൾക്കൊരു യോഗ്യതയില്ലേ, ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും ഇത് ഓർത്താൽ മതി. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്. ഇത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനും വരും. ഇഫ് ക്ലോസിലെ ഒരു കണ്ടീഷനും പഠിച്ചു കേട്ടോ. നോക്കൂ, ഇഫ് ഐ വേർ റിച്ച്, ഞാൻ പറഞ്ഞു അഗൈൻ സെക്കൻഡ് കണ്ടീഷൻ, ഐ വുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ലോകത്ത് ചുറ്റി സഞ്ചരിക്കാൻ കഴിഞ്ഞേനെ. ഇഫ് യു ഇൻവൈറ്റഡ് മീ, ഇഫ് യു ഇൻവൈറ്റഡ്, സെക്കൻഡ് കണ്ടീഷൻ, ഐ ഷുഡ് കം. സാധാരണയായിട്ട് ഈ വുഡ് ഷുഡ് എല്ലാം വുഡ് കം, ഷുഡ് കം, കുഡ് കം അങ്ങനെയൊന്നും ഓപ്ഷനിൽ വരില്ല കേട്ടോ. കം കെയിം ഒക്കെ വെച്ചിട്ടായിരിക്കും ഓപ്ഷൻ വരിക. അപ്പോൾ ഇഫ് ഐ ഷുഡ് കം, ഹി ഷുഡ് കം. ഇഫ് ഹി ഹാഡ് റിട്ടൺ വെൽ, കണ്ടോ, ഹാഡ് പ്ലസ് V3, ഹാഡ് കഴിഞ്ഞ് തേർഡ് ഫോം. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ എന്ത് എഴുതണം? ഹി വുഡ് ഹാവ് പാസ്ഡ്. കാരണം ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ ഓപ്ഷൻ തരിക വെച്ചാൽ വുഡ് പാസ്ഡ്, വുഡ് പാസ്, വിൽ പാസ്, വുഡ് ഹാവ് പാസ്ഡ്, ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ തരിക. ഞാൻ എല്ലാത്തിൻ്റെയും ഓപ്ഷൻ എഴുതാതിരുന്നതാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? വുഡ് ഹാവ് പ്ലസ് V3. ഇഫ് ഷി ഹാഡ് അപ്ലൈഡ്, again had plus V3, she should have got the job, അവൾക്ക് കിട്ടുമായിരുന്നു. ഇഫ് ഷി ഹാഡ് ദ എബിലിറ്റി, ശ്രദ്ധിക്കുക, ഹാഡ് കഴിഞ്ഞിട്ട് എബിലിറ്റി ആണ് വന്നത്, ഒരിക്കലും ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ തേർഡ് ഫോം അല്ല വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തു മതി? സെക്കൻഡ് കണ്ടീഷൻ മതി. ഈ ടൈപ്പ് ചോദ്യമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ കുറുക്ക് വഴി പഠിച്ചിട്ട് പോണവര് ഇവിടെ ഇഫ് ക്ലോസിൽ ഹാഡ് ഉണ്ടെങ്കിൽ അവിടെ വുഡ് ഹാവ് പ്ലസ് അല്ല, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിലാണ് മെയിൻ ക്ലോസിൽ എന്ത് വരുന്നത്? വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. ഇഫ് ഷീ ഹാഡ് ദ എബിലിറ്റി ഷീ വുഡ് സോൾവ് ദ പ്രോബ്ലം. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? വുഡ് സോൾവ് ദ പ്രോബ്ലം. അടുത്ത കണ്ടീഷനാണ് സീറോ കണ്ടീഷണൽ. കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല, എന്നാൽ പോലും ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഒരേ സമയം സിമ്പിൾ പ്രസന്റ് ആയിരിക്കും വരിക. യൂണിവേഴ്സൽ ട്രൂത്തും ജനറൽ ഫാക്റ്റും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇതാണ് സീറോ കണ്ടീഷനിലാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, സീറോ കണ്ടീഷണൽ സെന്റൻസസ് എക്സ്പ്രസ് ജനറൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട് or habits where a specific condition always leads to the same result. അതായത് ഇഫ് ക്ലോസ് എപ്പോഴും ജനറൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട് അത്തരത്തിലുള്ള ജനറൽ പൊതുവായിട്ടുള്ള കണ്ടീഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇഫ് ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, നോക്കൂ, ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്, വെള്ളം 100 ഡിഗ്രി വരെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ബോയിൽസ്, അത് തിളയ്ക്കും. അപ്പൊ ഞാൻ ചൂടാക്കിയാലും തിളയ്ക്കും, നിങ്ങൾ ചൂടാക്കിയാലും തിളയ്ക്കും, ആര് ചൂടാക്കിയാലും തിളയ്ക്കും. നമ്മൾ ചൂടാക്കുന്ന അമ്മയ്ക്ക് സയൻസ് അറിയണമെന്നോ അതല്ലെങ്കിൽ അമ്മ തന്നെ പറയണമെന്നൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ ആർക്കും വെള്ളം ചൂടാക്കാം, അല്ലെ അച്ഛനോ ഏട്ടനോ, അതിൽ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും ഒരാളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ വെച്ചത് ചൂടാക്കി അത് 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് തിളയ്ക്കും. അല്ലാതെ അമ്മ തിളപ്പിച്ചാൽ മാത്രമേ തിളയ്ക്കൂ എന്നോ ഭാര്യ തിളപ്പിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ വെറുതെ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. ആര് വെള്ളം തിളപ്പിച്ചാലും ഇറ്റ് ബോയിൽസ്, അത് തിളയ്ക്കും. അടുത്തത് നോക്കിയേ, ഇഫ് യു വാട്ടർ പ്ലാന്റ്സ്, ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ദേ ഗ്രോ. നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം അല്ലേ. ഓരോ പരിസ്ഥിതി ദിനത്തിലും ആളുകൾ വെക്കുന്ന ചെടികളെല്ലാം വളർന്ന ഈ ഭൂമിയുടെ 1/3 ഭൂമിയുടെ പകുതിയിലധികം കാടായി മാറും. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാന്റുകൾ കൊണ്ടുവന്ന് നടാറുണ്ട്. ഭൂമിയുടെ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കും അവിടെ ജലമില്ലേ? കരഭാഗത്തിന്റെ. ഓക്കെ, പക്ഷെ അതിനെ വെച്ചിട്ട് ജൂൺ 5 കഴിയും, പടം എടുക്കും, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും, കഴിഞ്ഞു. പിന്നെ നമ്മളത് നോക്കാതിരുന്നാൽ അത് വളരുമോ? അത് വളരില്ല. അവിടെ നോക്കൂ, ഇഫ് യു വാട്ടർ പ്ലാന്റ്സ് ദേ ഗ്രോ, അവ വളരും. ഇഫ് യു ആഡ് 2 and 2 യു ഗെറ്റ് 4. അവിടെ യു വിൽ ഗെറ്റ് ഒന്നും വേണ്ട, കാരണം രണ്ടും കൂടി കൂട്ടിയാൽ 4. അതിനവിടെ വിൽ ഗെറ്റിന്റെ ആവശ്യമില്ല. ഇഫ് ഐസ് മെൽറ്റ്സ്, ഐസും വെള്ളമായാൽ അലിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വാട്ടർ, അത് വെള്ളമായി മാറും. ഇതാണ് സീറോ കണ്ടീഷണൽ, ജനറൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്സ്. ആ ജനറൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. രണ്ട് സൈഡിലും എന്ത് വരണം? രണ്ട് സൈഡിലും സിമ്പിൾ പ്രസന്റ്. ഇഫിലും സിമ്പിൾ പ്രസന്റ്, മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ്. നോക്കൂ, അൺലെസ് ഇഫ് നോട്ട് ആണ്, ചെയ്തില്ലെങ്കിൽ, അതാണ് അൺലെസ്. ഓക്കെ, ഇഫ് നോട്ട്, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ. ഒരൊറ്റ എക്സാമ്പിൾ മതി. നന്നായി പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു, നന്നായി പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ ഗെറ്റ് എ ജോബ്, അൺലെസ് ഐ സ്റ്റഡി വെൽ ഐ വോണ്ട് ഗെറ്റ് എ ജോബ്. ഞാൻ നന്നായി പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല.
അല്ലെ? ഇപ്പൊ നമ്മളിൽ പലരും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല എന്ന ചോദ്യത്തിനാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉത്തരം ഉണ്ടാവുക. അതല്ലാതെ ജോലി കിട്ടിയ ഒരാളോട് എങ്ങനെയാ ജോലി കിട്ടിയെന്ന് ചോദിച്ചാൽ ആൾക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഉത്തരവേ ഉണ്ടാവുള്ളൂ. കുറെ കഷ്ടപ്പെട്ടു, കുറെ പഠിച്ചു, കുറെ ചെയ്തു, ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഇങ്ങനെയാണ് ആള് പറയുക. പക്ഷെ ജോലി കിട്ടാത്ത ഒരാളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം, അവരുടെ അടുത്ത് കുറേ ഉത്തരങ്ങൾ ഉണ്ടാവും. പരീക്ഷ കഷ്ടമായതുകൊണ്ട് കിട്ടിയില്ല, PSC ഇപ്പൊ ആരെയും എടുക്കുന്നില്ല എന്നേ, അതുകൊണ്ട് ജോലി കിട്ടിയില്ല. അല്ലേലും ഇപ്പൊ PSCയിലൊക്കെ ഫുള്ള് പിൻവാതിലല്ലേ, പിന്നെ എങ്ങനെയാ നമുക്ക് ജോലി കിട്ടുക? ചില കുട്ടികൾ പറയും പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷെ എളുപ്പമായതുകൊണ്ട് അറിയുന്നതെല്ലാം തെറ്റിച്ചു. ഓക്കെ, ഇനി നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാം എഴുതിയിട്ട് വരുന്ന CSEB പിള്ളേരോട് ചോദിച്ചു നോക്കണം, മിസ്സേ ഇത്തവണ ഇംഗ്ലീഷിൽ കിട്ടിയപ്പോൾ മാത്സിൽ പോയി, മാത്സിൽ കിട്ടിയപ്പോൾ ബാങ്കിങ് പോയി, ബാങ്കിങ് കിട്ടിയപ്പോൾ അക്കൗണ്ടൻസി പോയി, അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും ശരിയാക്കിയപ്പോൾ എനിക്ക് GK ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ജോലി കിട്ടിയവരോട് ചോദിച്ചാൽ വളരെ കുറഞ്ഞ കാരണങ്ങളായിരിക്കും, ജോലി കിട്ടാത്തവരോടായിരിക്കും നിരവധി അനവധി കാരണങ്ങൾ ഉണ്ടാവുക അല്ലേ? അപ്പൊ ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ എന്നോടോ മറ്റുള്ളവരോടോ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന് വിചാരിക്കും. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, എനിക്ക് എന്താ ജോലി കിട്ടാത്തത്? അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും, പഠിക്കാത്തത് കൊണ്ട്. എങ്ങനെ പഠിക്കാത്തത് കൊണ്ട്? പ്രോപ്പറായി പഠിക്കാത്തതുകൊണ്ട്. നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട്, ഒരാളെയും ഞാൻ പഠിക്കുന്നില്ല എന്നോ, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്നോ, അല്ലെങ്കിൽ എന്താ നിനക്ക് മാത്രം കിട്ടാത്തത് എന്നോ ഞാൻ നിങ്ങളോട് ഒരിക്കലും ചോദിക്കില്ല. കാരണം ആ ചോദ്യം ഒരുപാട് നേരിട്ട ഒരാളാണ് ഞാൻ. എനിക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണമാണ് ഇംഗ്ലീഷ്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ സ്കൂൾ ടോപ്പർ ആവുന്നു, +2 ടോപ്പർ ആവുന്നു, ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അറിയാണ്ട് നമുക്കൊരു തോന്നൽ വരും, ഇംഗ്ലീഷൊക്കെ നമുക്കറിയാം, അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കില്ല. പഠിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വായിച്ചു നോക്കിക്കൊണ്ടുപോയിട്ട് ഉത്തരം എഴുതും. നെഗറ്റീവ് മാർക്ക് വാരിക്കൂട്ടും. നമ്മൾ എപ്പോഴും ഈ ലുലു മാളോ ഏതെങ്കിലും ഒരു മാളിൽ, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ എസ്കലേറ്റർ കണ്ടിട്ടുണ്ടാവൂലേ? അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റെപ്പുകളും ഉണ്ടാവും. നമ്മൾ ആരും ഇങ്ങനെ സ്റ്റെപ്പിൽ കയറാൻ ആഗ്രഹിക്കില്ല. പക്ഷെ പരീക്ഷയ്ക്കില്ലേ മാർക്ക് കിട്ടുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി 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 പോകുന്നതാണ്. പക്ഷെ നെഗറ്റീവ് മാർക്ക് കണക്കാക്കും നമ്മൾ ലാസ്റ്റ്. എല്ലാം കറക്റ്റ് ആൻസറിനെല്ലാം 1 മാർക്കും നെഗറ്റീവ് കണക്കാക്കുമ്പോൾ 0.33 വെച്ച് നെഗറ്റീവ് കണക്കാക്കുമ്പില്ലേ, എസ്കലേറ്ററിൽ ഇറങ്ങുന്ന പോലെ ഇറങ്ങും. നമുക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല ഇറങ്ങാൻ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുമെന്ന് വേണ്ട, ജസ്റ്റ് കയറി നിന്നാൽ മതി, നമ്മൾ താഴത്തെത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ മാത്സിലൊക്കെ വാങ്ങുന്ന ഫുൾ മാർക്കിനെ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷിന്റെ ഭാഗത്ത് കളയും. കളയും മീൻസ് ഞാൻ അറിയാമെന്ന് വിചാരിച്ച് എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടുന്ന് ഓപ്ഷൻ ബബിൾ ചെയ്തിട്ട് വരും. എന്ന് ഞാൻ ആ തെറ്റ് തിരുത്തിയോ അന്ന് തൊട്ട് അതിന് മുന്നേയും എഴുതിയ ഒരുപാട്, ഏറ്റവും ആദ്യം എഴുതിയ LD ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും ജോലിയിലേക്ക് എത്താവുന്ന റാങ്കിലേക്ക് പിന്നീടാണ് എത്തുന്നത്. ഒരുപാട് തവണ നല്ല ജോലിയിൽ റാങ്ക് ലിസ്റ്റിൽ കയറി, നല്ല ജോലിയിൽ തന്നെ കയറി. ആ ജോലി ഒഴിവാക്കിയപ്പോഴും എനിക്ക് വിഷമം തോന്നാതിരുന്നത് ഞാൻ ഇന്നും ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും. പക്ഷെ അതുപോലെ അല്ലല്ലോ നിങ്ങളുടെ കാര്യം, പഠിക്കണ്ടേ? അപ്പോൾ നെഗറ്റീവ് മാർക്കിനെ മറികടക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഉറപ്പുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. ഉറപ്പുള്ള ഉത്തരങ്ങൾ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് മേഖലയിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാമുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്കി കുത്താമെന്ന് ആരും പറയില്ല. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കറക്കി കുത്തി ജോലി കിട്ടൂല. നിങ്ങൾ പഠിക്കണം, പഠിച്ചെഴുതി തന്നെ എന്ത് വാങ്ങണം, ജോലി വാങ്ങണം കേട്ടോ. അപ്പൊ നോക്കൂ, അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് ആണ്. ഓക്കെ, അതായത് ഈ ഒരൊറ്റ എക്സാമ്പിൾ ഓർത്താൽ മതി. പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല, നല്ലപോലെ പരിശ്രമിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല, നന്നായി പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല കേട്ടോ. അൺലെസ് യു സ്റ്റഡി വെൽ യു വോണ്ട് പാസ്. വിൽ നോട്ടിനാണ് എന്ത് ഉപയോഗിക്കുക, വോണ്ട് ഉപയോഗിക്കുക. യു വോണ്ട് പാസ്. അൺലെസ് ഹി ഹെൽപ്സ് ദം they will not help him. അവൻ അവരെ സഹായിച്ചില്ലെങ്കിൽ അവരും അവനെ സഹായിക്കില്ല. Unless he helps them, they will not help him. Unless you change your habit. Okay, നോക്കൂ, നീ നിന്റെ, അപ്പൊ എപ്പോഴും അൺലെസ് വന്നാൽ വോണ്ട് ഉപയോഗിക്കണോ വിൽ നോട്ട് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമില്ല. സെന്റൻസ് നോക്കിയിട്ട് എഴുതാം. അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, നീ നിന്റെ ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ യു ഡാഷ് സഫർ, നീ സഫർ ചെയ്യില്ല എന്നാണോ നീ സഫർ ചെയ്യുന്നാണോ പറയുക? നീ നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ. നമ്മൾ പറയാറില്ലേ, പഠിച്ചില്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ,
പഠിച്ചില്ലെങ്കിൽ പോയി വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരും കേട്ടോ, പഠിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ, ഇങ്ങനെ പറയാറില്ലേ. അപ്പൊ ഇവിടെ നീ ബുദ്ധിമുട്ടില്ല, യു വോണ്ട് സഫർ എന്നാണോ യു വിൽ സഫർ എന്നാണോ വരിക? യു വിൽ സഫർ. ഞാൻ ഈ എക്സാമ്പിൾ എഴുതാൻ കാരണം അൺലെസ് വന്നാൽ വോണ്ട് വരണമെന്ന് നിർബന്ധമില്ല. സെന്റൻസ് നോക്കിയിട്ട് ഒന്നുകിൽ വില്ലാണോ വേണ്ടത്, വിൽ നോട്ട് ആണോ വേണ്ടത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ് യു വിൽ സഫർ. അൺലെസ് ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്, മഴ അവസാനിച്ചില്ലെങ്കിൽ യു കാൺ പ്ലേ, നിങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല, വി കാൺ പ്ലേ. അപ്പൊ എപ്പോഴും അത് തന്നെ വരണമെന്നില്ല എന്ന് ഓർക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ആസ് ഇഫ്. ആസ് ഇഫ് അങ്ങനെ അല്ലാതിരുന്നിട്ട് കൂടി എന്നാണ് അതിന്റെ മലയാളം. അങ്ങനെ അല്ലാതിരുന്നിട്ട് കൂടി എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിന്നെ കൊണ്ടൊക്കെ നമ്മളോട് പലരും പറയും, കുറെ ആയില്ലേ നോക്കാൻ തുടങ്ങിയിട്ട്, കുറെ ആയില്ലേ പഠിക്കുന്നു, ഇതുവരെ കിട്ടിയില്ലേ, ചോദിക്കുന്നവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ജോലി കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ടാഗായിരിക്കും വരിക, അവന് ഭയങ്കര അഹങ്കാരം, ക്ലർക്കാണ്, പക്ഷെ അവന്റെ വിചാരം അവനാണ് കളക്ടറാണ് എന്നാണ് പറയാറില്ലേ. നമ്മുടെ നാട്ടിൽ എത്രയോ പേരെ കുറിച്ച് പറയാൻ കേട്ടിട്ടില്ലേ, അവളുടെ ഭാവം കണ്ടാൽ മതി അവൾ ഐശ്വര്യ റായ് ആണെന്നാണ് വിചാരം, അവന്റെ ഉപദേശം കേട്ടാൽ മതി അവൻ ഡോക്ടറാണെന്നാണ് വിചാരിക്കുന്നത്, ഇങ്ങനെ പറയാറില്ലേ. അതായത് കളക്ടർ അല്ലാതിരുന്നിട്ട് കൂടി അവൻ കളക്ടറെ പോലെ നടക്കുന്നു, ഐശ്വര്യ റായ് അല്ലാതിരുന്നിട്ട് കൂടി ഐശ്വര്യ റായെ പോലെ മേക്കപ്പ് ചെയ്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടർ അല്ലാതിരുന്നിട്ട് കൂടി ഡോക്ടറെ പോലെ സംസാരിക്കുന്നു. ഇനി ഇതിന് മികച്ചൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പരീക്ഷയ്ക്ക് പോയിരിക്കും, പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും തുടക്ക സമയത്താണ് കാരണം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. അതുവരെ നമ്മൾ ഈ മൊബൈലിൽ ഇങ്ങനെ പഠിക്കാനാണെന്ന് വേണ്ടി ഇവിടെ ഗ്രൂപ്പ് നോക്കുന്നു, ടെലഗ്രാം ചാനൽ നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു, ഇൻസ്റ്റ നോക്കുന്നു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് മൊബൈലില്ല, വായിക്കാൻ നമ്മുടെ കയ്യിൽ ബുക്കുകൾ ഒന്നും തന്നെ ഇല്ല. അവർ നമ്മുടെ ജസ്റ്റ് ഫില്ല് ചെയ്യാൻ OMR ഷീറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൃത്യമായി പറഞ്ഞു വിട്ടിട്ടുണ്ടാവും, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാം എഴുതാൻ പോകുന്ന CSEB-കാരോട് പറയും, നിങ്ങൾ എങ്ങനെയായാലും ഫുൾ ആൻസർ ചെയ്തിട്ട് വരണം. നെഗറ്റീവ് മാർക്കുള്ള PSC എഴുതാൻ പോകുന്നവരോട് പറയും, ശ്രദ്ധിച്ച് എഴുതണം, ഓരോന്നിനും വളരെ ശ്രദ്ധിച്ച് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. 0.33 നമുക്ക് മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ലെസ് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് നമ്മുടെ പോവും. ഞാൻ ഈ പറഞ്ഞ പോലെ എസ്കലേറ്ററിൽ ഇറങ്ങുന്ന പോലെ നല്ലോണം നെഗറ്റീവ് വരും, അതുകൊണ്ട് നെഗറ്റീവ് വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ നമ്മൾ പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതി ഏകദേശം നമുക്ക് അറിയാവുന്നതൊക്കെ ബബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചുറ്റിലോട്ട് നോക്കും. അപ്പോൾ അവിടെ ചിലരുണ്ടാവും ഫുള്ളിരുന്ന് ബബിൾ ചെയ്യായിരിക്കും, തല പോലും ഉയർത്തുന്നുണ്ടാവില്ല, ഇങ്ങനെ എഴുതും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ആ കുട്ടിക്കൊക്കെ പരീക്ഷ ഭയങ്കര എളുപ്പമാണ് തോന്നുന്നു, എനിക്ക് മാത്രമാണ് ടഫ് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ വെള്ള ഭാഗം ബബിൾ ചെയ്യാത്തത് നമുക്ക് അറിയില്ല കൊണ്ട് വിട്ടതാണ്. അപ്പോൾ നമുക്ക് ടെൻഷനാവും, അയ്യോ ആ കുട്ടിയൊക്കെ ഈസി ആയിട്ട് എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ കട്ട് ഓഫ് കൂടുന്നുണ്ട്. നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കും, എന്നിട്ട് നമുക്ക് അറിയാത്തതിനെയൊക്കെ ഊഹിച്ചിട്ട് അത് ബി, ഒന്നാമത്തെ A രണ്ടാമത്തെ B, അപ്പം ഇത് C ആവാൻ ചാൻസ് ഉണ്ടെന്ന് കൊണ്ട് C കുത്തും, അങ്ങനെ ബബിൾ ചെയ്യും. അതെല്ലാം തന്നെ തെറ്റായിരിക്കും. എക്സാം ഹാളിൽ നിന്ന് കറക്കി കുത്തിയാൽ തെറ്റാനാണ് ഏറ്റവും കൂടിയ സാധ്യത. എന്നിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് പറയും, ഞാൻ B എഴുതണം വിചാരിച്ച C എഴുതി, C തെറ്റായിരുന്നു, B ആയിരുന്നു ശരി. ഇനി ചിലത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, B എഴുതണം എന്ന് വിചാരിച്ചിട്ട് C എഴുതി അറിയാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ അടുത്തത് C വേണ്ട, രണ്ടടുപ്പിച്ച് C വരില്ല എന്നുകൊണ്ട് B ആയിരിക്കും. കറക്കി കുത്തൊരു ഓപ്ഷനേ അല്ല കുട്ടികളെ. അപ്പൊ നമ്മൾ ഇതേ കാര്യം ഇവിടെ പറഞ്ഞേ, ഷീ റൈറ്റ്സ് ആസ് ഇഫ് ഷീ വേർ ആൻ എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ടിനെ പോലെ എഴുതുന്നു. നമുക്ക് അറിയില്ലല്ലോ എക്സ്പേർട്ട് ആണോന്ന്. എക്സ്പേർട്ട് അല്ലാതിരുന്നിട്ട് കൂടി ഒരു എക്സ്പേർട്ടിനെ പോലെ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അങ്ങനെ അല്ലാതിരുന്നിട്ട് കൂടി. നിങ്ങൾ പേടിക്കേണ്ട, ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ടാഗ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ പറഞ്ഞോട്ടെന്നേ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം അവന് ഭയങ്കര അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, എന്തൊരു ജാടയാണ്, ഇച്ചിരി അഹങ്കാരമൊക്കെ ആവാം. കാരണം ഒരുപാട് നാള് നമ്മൾ നമ്മുടെ ഊണും ഉറക്കവും നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട്, എത്രയോ ഉത്സവങ്ങൾ, എത്രയോ കല്യാണങ്ങൾ, എത്രയോ മനോഹരമായ പ്രോഗ്രാംസ് ഒഴിവാക്കിയിട്ട് നമ്മൾ പഠിച്ചു നേടിയ ജോലിയാണ്. നമുക്ക് പഠിച്ചൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി അഹങ്കാരമൊക്കെ ആവാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന അഹങ്കാരി എന്നുള്ള ടാഗ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐഡന്റിറ്റി കാർഡിന്റെ കൂടെ അങ്ങ് അണിഞ്ഞോളൂ, അഭിമാനത്തോടു കൂടി തന്നെ. ഓക്കെ, പക്ഷെ പഠിക്കാണ്ട് ജോലി കിട്ടാണ്ട് നമുക്ക് ഒരിക്കലും ആ ടാഗ് അത്ര ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വേഗം പഠിച്ചോളൂ. അങ്ങനെ അല്ലാതിരുന്നിട്ട് കൂടി ആസ് ഇഫ് he walks as if he were rich. സമ്പന്നനെ പോലെ, സമ്പന്നൻ അല്ലാതിരുന്നിട്ട് കൂടി സമ്പന്നനെ പോലെ. ഇമാജിനറി ആണ് സെക്കൻഡ് കണ്ടീഷൻ. ഓർത്താൽ മതി, വേർ.
ഷീ റൈറ്റ്സ് ആസ് ഇഫ് ഷീ വേർ ആൻ എക്സ്പേർട്ട്, ഒരു എക്സ്പേർട്ടിനെ പോലെ എഴുതുന്നു. ഹി ടോക്സ് ആസ് ഇഫ് ഹി വേർ എ ഡോക്ടർ. അതായത് ഇവിടെ ആസ് ഇഫിന്റെ മുന്നേ എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും വരിക. ഹി വാക്സ്, ഷീ റൈറ്റ്സ്, ഹി ടോക്സ്. ആസ് ഇഫിന് ശേഷം വേർ ഉപയോഗിക്കണം. ഓക്കെ, ഇനി സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഈ നോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ PDF നോട്ട് +PSC എന്ന ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. അവിടെ ക്വിസ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉത്തരം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നോക്കൂ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇതുവരെ കോപ്പറേറ്റീവ് ബാങ്കിങ് മേഖലയിലുള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ക്ലർക്ക്, ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എല്ലാം തന്നെ കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ഉണ്ട്. ആ ബാച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ കോച്ചിങ് CSEB മേഖലയിൽ അതേപോലെ തന്നെ PSC നടത്തുന്ന ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമുകൾക്ക് വേർഡ് പ്രോസസ്സിങ്ങും ടൈപ്പ് റൈറ്ററുമാണ് ഇവർക്ക് 50 മാർക്ക് വരുന്നത്. ആ ടോപ്പിക്കുകളുടെ എല്ലാം തന്നെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം സിലബസ് കവർ ചെയ്ത് വരുന്ന ഇംഗ്ലീഷ്, മലയാളം, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഫുൾ ഉൾപ്പെടുത്തിയ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഫോളോ ചെയ്യുക. താങ്ക് യു. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ 50 ദിവസം 50 ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും. അടുത്ത ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.